നമസ്കാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടപ്പിലാക്കിയതാണ്. ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി 100 ദിവസം നിർബന്ധിതമായ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 6 മാസം പിന്നിട്ടപ്പോൾ 5,89,40,429 തൊഴിൽ ദിനങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് കൈമാറിയത് 1,962 കോടി രൂപയാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 6 മാസം പിന്നിടുമ്പോൾ ഇത് 4,12,00,000 കുറഞ്ഞു. ഏകദേശം 1,75,00,000 തൊഴിൽ ദിനങ്ങളാണ് നഷ്ടപ്പെട്ടത്. കേരളത്തിന് നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾ ഇത് കാരണം കേരളത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ 534 കോടി രൂപ കുറച്ചാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി കൃത്യമായി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഈ തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടമായിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ നടപ്പിലാക്കിയ ട്രാൻസ്ഫർ പ്രക്രിയയാണ്. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും അവിടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇല്ലാത്ത ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മസ്റ്ററോളും അതുപോലെ സൈഡ് ഏരിയയും ഒക്കെ വെരിഫൈ ചെയ്ത് തൊഴിൽ ദിനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണമായിരുന്നു. അവർക്ക് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ സംഘടിപ്പിച്ചു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇതിന് അറിവുള്ള പരിചയമുള്ള ആളുകളെ നിജപ്പെടുത്തണമായിരുന്നു. ഇത് ചെയ്യാതെ കേരളത്തിലെ ജനങ്ങളുടെ 1,75,00,000 1.25 കോടി തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നും അറിയാത്ത ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിക്കുകയാണ്. ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്? CPM-ന്റെ നേതൃത്വത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം ചെയ്യുന്നത് ആക്ച്വലി കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് മുദ്രാവാക്യത്തിലുണ്ടെങ്കിലും ഫലത്തിൽ ആ സമരം കേരളത്തിൽ MP രാജേഷ് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെതിരെയാണ്. കേരളത്തിൽ ഒന്ന് പറയുകയും തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുകയും എന്നാൽ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുകയും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷമായി ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം.